ഹായ് ഗൈസ്, നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊല്ലം സുധിയുടെ വീടിനെ കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി ആയിക്കൊണ്ടിരിക്കുകയാണ്. രേണുസുധിയുടെ വീടിന്റെ വിഷയം വീണ്ടും കുത്തിപ്പൊങ്ങിയിരിക്കുകയാണ്. ശാരികയുമായി നൽകിയിരിക്കുന്ന ഇന്റർവ്യൂവിൽ നിന്നാണ് ഇത് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇതേ തുടർന്ന് ഫിറോസ് വീണ്ടും ഒരു വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് റിയാക്ട് ചെയ്യാം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊല്ലം സുധിയുടെ വീടിനെ കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് ഒന്ന് വിട്ട കാര്യമാണ്. പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത്. അത് ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. മുൻപ് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിൻ്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും, ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള പലർക്കും അറിയില്ല. അതെ, തീർച്ചയായും ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം രേണുവിന്റെ കാര്യങ്ങൾ നമ്മൾ ബിഗ് ബോസിലൂടെയും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും അറിയുന്നുണ്ട്. എന്നാൽ ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മറ്റുള്ള മാധ്യമങ്ങളൊന്നും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അറിയില്ല. രേണുവിൻ്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് രേണു ഒരുപാട് സീരിയലുകൾ, അതേപോലെ ബിഗ് ബോസ്, ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് രേണു വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. ലൈഫിലും അവർ ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്തപ്പേരുകളും ഒരുപാട് ഹരാസ്മെൻറ്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സൺ എന്ന രീതിയിൽ ഞാനും ഇപ്പുറത്ത് നിൽക്കും. അതെ, ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരു സമയം യൂട്യൂബും ഫേസ്ബുക്കും തുറന്നു കഴിഞ്ഞാൽ രേണുസുധിക്ക് വീട് വെച്ച് നിർമ്മിച്ചതിന്റെ ന്യൂസുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്നുള്ളത്. ശരിയാണ്, ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. രേണുസുധി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളത്. കാരണം പുതിയ ന്യൂസും അപ്ഡേറ്റ്സും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി, ഒരു 10 ആളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി. അത് സത്യമാണ്. രേണുസുധി എന്ന് പറയുമ്പോൾ കൂടെ ഫിറോസും KHDCയും ഒരു കാലത്ത് വളരെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് ആടുകയായിരുന്നല്ലോ. സോഷ്യൽ മീഡിയ ഇന്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രം. പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു, ഞങ്ങളുടെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എങ്കിൽ ഞാൻ പറയാം. ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം, മിത്രങ്ങൾക്ക് ഇത് കേട്ട് ഒരു പക്ഷേ സഹതപിക്കാം. അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡള്ളായി. വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ചാർജ് തന്നു. ഞങ്ങളുണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജനമനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിൻ്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു. അതെ, ഇത് വളരെ സത്യമായ കാര്യമാണ്. കാരണം ന്യൂസുകളിലും രേണു തെളിവുകൾ സഹിതം വീടിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം കാണിച്ചപ്പോൾ നമ്മൾക്കും അത് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതിൽ അവർ വിജയിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു. ഇപ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിൻ്റെയും കുടുംബത്തിൻ്റെയും സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടാൻ പാടില്ല. അതിനകത്ത് ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ ഒരു വീടുണ്ടാക്കി കൊടുത്തു. ആ വീടുണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വന്നു. ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് കരുതിയിട്ടല്ല ഇതിനകത്ത് നിന്നത്. പക്ഷേ സുരാജ് വഞ്ഞാറമ്മൂട്, അതേപോലെ സുരേഷ് ഗോപി, അതേപോലെ ഫ്ലവേഴ്സ്, ഇവരൊക്കെയാണ് വീടുണ്ടാക്കി കൊടുക്കുന്നത്. ഇവർ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ആദ്യമായി സ്പോൺസർഷിപ്പ് നൽകിയ പലരും പിന്മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊരു സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോയതും പല സമയങ്ങളിലും പല വിട്ടുവീഴ്ചകളും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നതും. അതിൽ ഏറ്റവും വലിയ ഒരു വിട്ടുവീഴ്ചയായിരുന്നു, അവർ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളൂ, ഏറ്റവും വലിയ വിട്ടുവീഴ്ചയായിരുന്നു പുറത്തെ പ്ലാസ്റ്ററിങ്.
ഞങ്ങൾക്ക് ഉള്ളിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തെന്ന വ്യക്തിയോട് തന്നെ ഞങ്ങൾ പറയായിരുന്നു പുറത്തും എങ്ങനെയും ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുക, എന്നിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറയായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ഇഷ്യൂ ആവുമെന്നോ അല്ലെങ്കിൽ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ അടർന്നു പോയത് വലിയ പ്രശ്നങ്ങളാക്കി എടുക്കും അല്ലെങ്കിൽ അവരതിങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ചോർച്ചയില്ലാതെ അല്ലെങ്കിൽ എന്താ പറയുക അടച്ചുറപ്പുള്ളൊരു വീട് ഉള്ളിൽ ആണല്ലോ മെയിനായിട്ട്. പുറത്തെ ബാഹ്യ ഭംഗിയേക്കാളും കൂടുതൽ ഉള്ളിലാണല്ലോ വേണ്ടത് കാര്യമായിട്ടുള്ള ഇത്. അവിടെ വീടിനൊരു ക്രാക്കോ അല്ലെങ്കിൽ കോൺക്രീറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള തറയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ സ്ട്രക്ചറൊക്കെ വളരെ സ്ട്രോങ് ആണ്. പുറത്തുള്ള ജിപ്സം പ്ലാസ്റ്ററിങ് ചില സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലാതെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് ഞങ്ങൾ ഉപദ്രവിച്ചു, രേണുവിൻ്റെ ഫാദർ ഇവരെല്ലാവരും കൂടെ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിലർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, നിങ്ങളും ഒരുപാട് ഉപദ്രവിച്ചില്ല. ഞങ്ങളൊന്നും ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു കമൻറ്റിലോ ഒന്നും മോശം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് വിയോജിപ്പുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ വീട് വെച്ച് കൊടുത്തു, അതിന് നെഗറ്റീവ് കമൻസുകളും നെഗറ്റീവ് പബ്ലിസിറ്റിയും എല്ലാം ആയപ്പോൾ കൂടെയുള്ളവർക്കുള്ള ജോലികളെല്ലാം കുറഞ്ഞതെല്ലാം നമ്മൾ മാനിക്കുന്നു. രേണുസുതിക്ക് വീട് വെച്ച് നൽകുക എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ നിങ്ങൾ തന്നെ അത് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ പുറത്ത് പണി ചെയ്തതും വളരെ വൃത്തിക്കാണോ, എല്ലാ രീതിയിലും അത് പെർഫെക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കേണ്ടതും നിങ്ങളായിരുന്നു. അവരുടെ പണി മോശമായാലും അത് ബാധിക്കാൻ പോകുന്നത് നിങ്ങളെ തന്നെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ബാഹ്യം എങ്ങനെയായാലും ഉള്ളിൽ ക്രാക്കുമില്ല, കുഴപ്പവുമില്ല എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. കാരണം നിങ്ങൾ വീട് വെച്ച് കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ മുഴുവനും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വീടിന്റെ പെർഫെക്ഷനും അത്രയും നല്ലൊരു വീട് വെച്ച് നൽകി കൊടുത്തു എന്നുള്ള പേരും നിങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ വളരെ അഭിമാനം കൊണ്ട വ്യക്തികളുമായിരുന്നു. രേണുസുതി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ തീർച്ചയായും അവരുടെ പിക്ചേഴ്സും വീഡിയോസും റീൽസും എല്ലാം എടുക്കുവാൻ വേണ്ടി മാധ്യമങ്ങൾ തീർച്ചയായും അവരുടെ വീടുകളിലേക്ക് സന്ദർശിക്കുന്നതായിരിക്കും. അപ്പോൾ പുറത്ത് ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലെല്ലാം കാണുമ്പോൾ, ഇത്രയും കുറഞ്ഞ കാലപ്പഴക്കം മാത്രമുള്ള വീടാകുമ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവർ ചോദിക്കില്ലേ? അപ്പോൾ രേണുവിന് പറയാൻ പറ്റുമോ ഫിറോസ്ക ഉള്ളില് നന്നായി ഉണ്ടാക്കി തന്നു, പുറത്ത് മോശമായിട്ടാണ് ഉണ്ടാക്കി തന്നത് എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം രേണുവിന്റെ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു 1-1.5 വർഷം പഴക്കമുള്ള വീട് പോലെയല്ല അത് കാണുന്നത്. അത്രയ്ക്ക് മോശമായ രീതിയിലായിരുന്നു പുറത്തെല്ലാം ഉണ്ടായിരുന്നത്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ലെങ്കിലും നിങ്ങൾ ഏൽപ്പിച്ചവരുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഈ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് നിങ്ങളെ ബാധിക്കുന്ന ഒന്നായി മാറും. പിന്നെ മീഡിയാസ് എപ്പോഴും കയറിയിറങ്ങുവാൻ സാധ്യതയുള്ള ഒരു വീടാകുമ്പോൾ അതിന്റെ അകവും പുറവും ഒരേപോലെ ക്വാളിറ്റിയിൽ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. ആ വീടിന്റെ മുകളിൽ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് തീർച്ചയായും നിങ്ങളുടെ കമ്പനിക്ക് തന്നെയായിരിക്കും ബാധിക്കുക. അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണല്ലോ. ഒരുപാട് ഞങ്ങൾ ഉപദ്രവിച്ചു, രേണുവിൻ്റെ ഫാദർ ഇവരെല്ലാവരും കൂടെ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിലർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, നിങ്ങളും ഒരുപാട് ഉപദ്രവിച്ചില്ല. ഞങ്ങളൊന്നും ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു കമൻറ്റിലോ ഒന്നും മോശമായിട്ട് അവരെവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് കുറച്ച് ചില യൂട്യൂബേഴ്സ് ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആണ് കൂടുതലും അവർക്കെതിരെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വാക്കുകളും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ പല രീതിയിൽ കട്ട് ചെയ്തെടുത്തും എഡിറ്റ് ചെയ്തെടുത്തും അവർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. നമ്മൾ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവരെ എവിടെയും. പക്ഷേ അവർ അത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഉണ്ടാക്കി കൊടുത്ത വീടിനെ അവർ ചൂസ് ചെയ്തു. അതിൻ്റെ പേരിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർക്ക് ജോലിയില്ലാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത്. ഞങ്ങൾ ഗ്രൂപ്പ് വഴി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു വീടിനും ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ എന്തിനും പല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും കസ്റ്റമേഴ്സെല്ലാം ഹാപ്പിയാണ്. പക്ഷേ എങ്കിൽ പുതിയ കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ പുതിയ ആൾക്കാരോ ഞങ്ങളെ തേടി വരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ എനിക്ക് സമൂഹ മാധ്യമത്തിലൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു കുടുംബത്തെ സഹായിച്ചോ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയ 2 കുട്ടികൾക്ക് വീടുണ്ടാക്കാൻ ഇറങ്ങിയതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന കുറച്ച് ആൾക്കാരാണ് ഞങ്ങളിപ്പോൾ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കേരള ഹോം ഡിസൈൻ KHDC എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. അതുവഴി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ ജോലി കൊടുക്കണം. ആ ഗ്രൂപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ കൈവടിയരുത്. ദയവ് ചെയ്ത് ഒരവസരം
അവർക്കെല്ലാവർക്കും കൊടുക്കണം. പല ആൾക്കാരും ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഗ്രൂപ്പും വളരെയധികം റീച്ചൊക്കെ കുറഞ്ഞ വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ കാര്യത്തിൽ. ഞാനിത് തുറന്നു പറയുന്നതുകൊണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഓക്കെ, അവർ തകർന്നു പോയല്ലോ എന്ന് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അയ്യോ, ഒരു കുടുംബത്തിന് സഹായിച്ചതിൻ്റെ പേരിൽ അവർക്ക് ഇങ്ങനെ പറ്റിയോ എന്ന് സഹതപിക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാം എനിക്കറിയാം. പക്ഷേ തുറന്നു പറയാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. തുറന്ന് പറഞ്ഞേ തീരൂ. പിന്നെ അതിലെല്ലാം ഉപരി നമ്മുടെ വീട് പണിയുടെ ബന്ധപ്പെട്ടിട്ട് കുറേ ഫിലിം ഫീൽഡിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ ചിലരൊക്കെ വിളിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കാറുണ്ട്. ഇന്നലെ ഒരാളായിട്ട് സംസാരിച്ചിരുന്നു. പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, ഫിറോസ് കുറേ ആയി നിന്നെ വിളിക്കാതിരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളിച്ചിട്ട് എന്താ നിൻ്റെ അടുത്ത് പറയാം, എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് വിഷമങ്ങളൊക്കെ നിൻ്റെ പേരിൽ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട്, ദൈവം. അദ്ദേഹം നിങ്ങളെ കൈവടിയില്ല എന്നാണ് ഈ പറയുന്ന ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ഒരു ദൈവത്തെ വിശ്വസിച്ചിട്ട് തന്നെയാണ് നമ്മളിവരെ സഹായിക്കാൻ പോയതും എല്ലാത്തിനും മുന്നിൽ നിന്നത്. അത് തിരിച്ച് വലിയൊരു ഭാരയായി. അത് കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും ശാരിക എന്ന് പറയുന്ന മാഡം വീണ്ടും അത് വിവാദമാക്കിയിട്ടുണ്ട്. ദയവ് ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടുക. ഞങ്ങളൊരു തെറ്റ് ചെയ്തു, അവർക്ക് വീടുണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ഞങ്ങളത് അംഗീകരിക്കുന്നു. അതോടുകൂടെ ഞങ്ങൾ ആ പരിപാടിയും അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടെ നമ്മുടെ ഉള്ളിലെ നന്മ വീണ്ടും നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു പുതിയ വീട് വളരെ അർഹരായ ഒരാൾക്ക് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഓട്ടപ്പാച്ചിലിനിടെയാണ് വീണ്ടും പുതിയ വിവാദങ്ങൾ കയറി വരുന്നത് കണ്ടത്. വീണ്ടും അത് കൂടുതലുള്ള ആൾക്കാർ ഒരുപാട് തളർത്തുന്നുണ്ട്. അവരിനിയും ഈ ഒരു വിവാദത്തിലേക്ക് നമ്മൾ പോകണം, ഇനി ഒരു വീടുണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കിട്ടുന്ന സഹായം നിങ്ങളായിട്ട് ഇനിയും ഇല്ലാതാക്കരുത്. രേണു, നിങ്ങളെ വീടിൻ്റെ പ്ലാസ്റ്ററിങ് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ചെയ്തു തരാം. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തു തരാം. അല്ലെങ്കിൽ നിങ്ങളതിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ മെറ്റീരിയലൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം. ലേബർ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അത് കംപ്ലീറ്റ് ഞങ്ങൾ റീപ്ലാസ്റ്ററിങ് ചെയ്ത് തരാം. ഇതിലപ്പുറമൊന്നും നിങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ദയവേത് ഞങ്ങൾ ഒഴിവാക്കുക, ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങളെ സഹായിച്ചതിൻ്റെ പേരിൽ സഹായിച്ചവരുടെ കുടുംബത്തിന് നിങ്ങൾ പട്ടിണിക്കിടരുത്. ദൈവം ഒരിക്കലും ഇത് പൊറുക്കില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആ ഒരു വീട്ടിൽ കയറി താമസിച്ചതിനല്ലേ ഇത്രയും ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വന്നത്. അപ്പോൾ ആ വീട് നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ. ഈവൻ അന്നൊരു വാസ്തു നോക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഹരിനാരായണ അങ്ങനത്തെ പറഞ്ഞിട്ട്. പുള്ളി പോലും അദ്ദേഹത്തിന് ആ പ്ലാന് മറ്റുള്ള കണ്ടിട്ട് നല്ല അടിപൊളി പ്ലാനാണ്, വാസ്തുപരമായിട്ട് നല്ല ഐശ്വര്യമുള്ള വീടാണെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങൾക്ക് മോശം വരണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി തന്ന വീടല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കിയ പോലെ തന്നെ നിങ്ങൾക്ക് നന്മകൾ മാത്രമേ വന്നിട്ടുള്ളൂ ആ വീടുണ്ടാക്കിയതിന് ശേഷം. അപ്പോൾ ഇനിയെങ്കിലും ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഞങ്ങളെ വെറുതെ വിടുക, ഞങ്ങൾ ജീവിച്ചോട്ടെ. ഓക്കെ, പ്ലീസ്. ഫിറോസ് കയുടെ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം കേട്ടപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ശരിക്കും അവരുടെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. രേണുവിന് വീട് വെച്ച് നൽകിയതിനു ശേഷമുള്ള കോൺട്രവേഴ്സീസ് കാരണം അവരുടെ പല ആളുകളുടെയും ജോലികൾ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് കെട്ടടങ്ങിക്കഴിഞ്ഞ ഒരു സംഭവമായിരുന്നു. വീണ്ടും ഇത് സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊങ്ങിയതോടുകൂടി KHDC ഫിറോസിന്റെയും രേണുസുധിയുടെയും വീടിന്റെ കാര്യം വീണ്ടും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഫിറോസ് ക രേണുവിന് ഒരു മോശം വീട് വെച്ചുകൊടുത്ത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വാങ്ങിയെടുക്കണമെന്ന് ആഗ്രഹിക്കില്ല എന്നുള്ളത് ഒരു കോമൺ സെൻസ് ഉള്ള വ്യക്തികൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എന്നാൽ ചില പാകപ്പിഴവുകൾ സംഭവിച്ചു പോയി. അത് പുറത്ത് വർക്ക് ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് മാറ്റിയെടുത്താൽ ആ വീട് വളരെ പുതിയതുപോലെ ആകുമെന്നുള്ളത് ഉറപ്പാണ്. ഒരുപാട് കോൺട്രവേഴ്സീസ് എല്ലാം ഉണ്ടായപ്പോൾ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ആ വീട്ടിൽ നിൽക്കുവാൻ പോലും താല്പര്യമില്ല, കയ്യിൽ കാശെല്ലാം ഉണ്ടെങ്കിൽ ആ വീട് അവർക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന്. ഇതിലും ഭേദം വാടകയ്ക്ക് പോയി സ്വസ്ഥമായി ജീവിക്കുന്നതാണെന്ന് രേണു പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രേണുവിന്റെ കയ്യിൽ ആവശ്യത്തിലധികം പണങ്ങൾ എന്തായാലും ഉണ്ടാകും. ഒരു വാടകയ്ക്കെല്ലാം പോയി താമസിക്കുവാനുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇപ്പോൾ രേണുവിന് ആയി കാണും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീട് ഫിറോസ് കാക്കനെ തിരിച്ചു നൽകിക്കൊണ്ട് നിങ്ങൾ മാറി താമസിക്കുക. ഫിറോസ് ക പറയുന്നത് കയ്യിലൊരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്ററിംഗ് എല്ലാം വീണ്ടും നിങ്ങൾക്ക് ചെയ്തു തരാം, നിങ്ങൾ ലേബർ കാശ് മാത്രം നൽകിയാൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് അംഗീകരിക്കുക. എന്തായാലും കയറി കിടക്കുവാൻ ഇപ്പോൾ സ്വന്തമായി ഒരു വീടെങ്കിലും ഉണ്ടല്ലോ. അതുകൊണ്ട് ഉള്ള വീട് എങ്ങനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. ഇനി അഭിമാനമാണ് പ്രശ്നമെങ്കിൽ അവിടെ നിന്ന് മാറുക. സത്യം പറഞ്ഞാൽ രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ
ഫിറോസ്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ പണിക്കാരാണ് അവരെ പറ്റിച്ചിരിക്കുന്നത്. രേണുവിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ KHDCക്ക് ഒരു വലിയൊരു പബ്ലിസിറ്റിയാണ് എനിക്ക് വീട് വെച്ചത് കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അവർ എനിക്ക് വെച്ച് നൽകിയിരിക്കുന്ന വീടോ വളരെ മോശമായ വീട് എന്നായിരിക്കും ഒരുപക്ഷെ രേണുസുതി ചിന്തിക്കുന്നത്. ബിഗ് ബോസിന് ശേഷം ശാരികയുമായി നടത്തിയിരുന്ന ഇന്റർവ്യൂവിലാണ് രേണുസുതിയുടെ വീടിന്റെ വിഷയം വീണ്ടും കുത്തിപ്പൊങ്ങിയിരിക്കുന്നത്. ഇനിയും ഈ വിഷയം സംസാരിച്ച് വഷളാക്കാതെ നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് മാത്രം ചിന്തിക്കുക. ഒന്നുകിൽ വീട് മാറി താമസിക്കുക, അല്ലെങ്കിൽ ഉള്ള വീടിനെ നന്നായി നിലനിർത്താൻ ശ്രമിക്കുക. അതിനായി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാത്രം ചിന്തിക്കുക. അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരിവാരിത്തേക്കൽ നിർത്തുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.